മുജാഹിദുകളായിട്ട് യോജിക്കാം. അതായത് മാനുഷിക പരിഗണനകൾ അർഹിക്കുന്നിടത്ത് അതേ സ്ഥാനത്ത് സലാം ചെല്ലുക, സലാം മടക്കുക, അതുപോലെ തന്നെ ജുമാക്ക് പോവുക, ജുമാക്ക് വരിക, അതൊരു ആരാധനയാണ്. അത് ആരാധനാപരമായ കാര്യങ്ങൾ യോജിക്കണമെങ്കിൽ അവർ ഞങ്ങൾ മുസ്ലിമീങ്ങളാണെന്ന് അംഗീകരിച്ചാൽ, ഞങ്ങൾക്ക് സലാം പറയാൻ പറ്റുമെന്ന് അവർ പറഞ്ഞാൽ, അവർ ഞങ്ങളുടേത് ഇസ്ലാം എന്ന് പുറത്തെല്ലാം സംബന്ധിച്ചാൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാം, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഖലീൽ ബുഖാരി തങ്ങൾ ഇവിടെ പറയുന്ന നിലപാട് തന്നെയാണോ എല്ലാ സമസ്തയുടെ, പ്രത്യേകിച്ച് AP വിഭാഗം സമസ്തയുടെ ആളുകൾക്കും ഉള്ളത് എന്നുള്ളത് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ ഈ ഇടയ്ക്കുണ്ടായി കേരള യാത്രയുടെ ഒരു വേദിയിൽ നിന്നുകൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് വളരെ വ്യക്തമായിക്കൊണ്ട് പറയേണ്ടി വന്നു, ഏതൊരു മതവിഭാഗത്തോട് ഏത് തന്നെ ആളുകളോട് സഹകരിക്കേണ്ടി വന്നാലും ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ മുജാഹിദ് എന്നുള്ള സലഫി ആദർശത്തിലുള്ള ആളുകളുമായിട്ട് സഹകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അന്ന് അവിടെ പറഞ്ഞത്. ഇനി ഇവിടെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ, മുസ്ലിം ആയൊരു മനുഷ്യനോടുള്ള ബാധ്യതയാണ്, സഹോദരനോടുള്ള ബാധ്യതയാണ് ഈ സലാം പറയുക എന്നുള്ളത്. സലാം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മടക്കൽ നിർബന്ധമാണെന്നുള്ള കാര്യവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സലാം പറയാന് ആഹ്വാനം അള്ളാഹുവിന്റെ കലാമിലുണ്ട്. ഒരു ആളെ കണ്ടാൽ അഭിവാദ്യം ചെയ്യുക, പ്രത്യഭിവാദ്യം ചെയ്യുമ്പോൾ ഒന്നുകൂടി ഉഷാറാക്കിക്കൊണ്ട് അധികരിപ്പിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ഉണ്ട്. സലാം പറയാൻ പഠിപ്പിച്ചത് ആരാണ്? അള്ളാഹിന്റെ റസൂലാണ്. അത് ആരോടൊക്കെ പറയണം, ആരോട് പറയണ്ട എന്നുള്ളത് കാറ്റഗറി തിരിച്ചിട്ട് അങ്ങനെയല്ല. മുസ്ലിമായൊരു മനുഷ്യന് അവന്റെ സഹോദരനോടുള്ള ബാധ്യതയിൽപ്പെട്ട ഒരു കാര്യമായിട്ടാണ് പറഞ്ഞത്. എന്നാൽ സലാം പറയണ്ട, പറയൂല, ആരെങ്കിലും സലാം പറഞ്ഞാൽ തിരിച്ച് മടക്കൂല എന്നുള്ള ആ നിലപാടൊക്കെ സത്യത്തിൽ ആർക്കാണുള്ളത്? ഏതെങ്കിലും ചാനലുകാർ വന്നിരുന്നിട്ട് ചോദിക്കുമ്പോൾ അവിടെ ബബ്ബ മുട്ടിഞ്ഞായം പറഞ്ഞിട്ട് കാര്യമല്ല. അതിന്റെ യാഥാർത്ഥ്യം ആർക്കാണുള്ളത്? ആരുടെ പാഠപുസ്തകത്തിൽ അത് പഠിപ്പിക്കുന്നത്? അതൊന്ന് പരിശോധിക്കേണ്ടതില്ലേ? പിന്നെ മുസ്ലിമായിട്ട് അംഗീകരിക്കുന്നതിന്റെ വിഷയം അത് ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ ആരാണ് അങ്ങനെ അല്ലാത്തതെന്ന് പറയാം. എന്തായാലും ഒന്ന് പറഞ്ഞു പോകാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ളത് പറയുകയും 5 വക്ത് നിസ്കാരം കിബിലക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ഹജ്ജിന് പോവുകയൊക്കെ ചെയ്യുന്ന ആളുകളെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുത്തും, മുസ്ലിമാണെന്ന് പറയും. പിന്നെ മക്ക മുശ്രിക്കുകളുടെ പ്രവർത്തനം എടുത്തു കഴിഞ്ഞാല് അത് ശിർക്കാണ്, ചെയ്യരുത് എന്ന് പറയും. അല്ല, ഞങ്ങള് അത് ശിർക്കാണെന്ന് ചെയ്യുന്ന പറഞ്ഞ പോലെ പിന്നെ എന്താ പറയാ? അത്രേ ഉള്ളൂ. അത് നിങ്ങൾ മുസ്ലിങ്ങളല്ലായിട്ടല്ല, മുസ്ലിങ്ങളിലും ശിർക്ക് സംഭവിക്കും എന്നുള്ളൊരു വിഷയം അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ മുസ്ലിങ്ങൾ തന്നെയാണേ, അതിൽ സംശയമൊന്നുമില്ലേ? ഇല്ലേ? ഈ 5 കാര്യങ്ങൾ ചെയ്യണമല്ലേ? മുസ്ലിം എന്താണ് എന്നുള്ളതൊക്കെ ഇവിടെ മറ്റൊരു ഹുജ്ജത്തുൽ ഇസ്ലാമോ ഹുജ്ജത്തുൽ മൗല എന്തൊക്കെയാ പറഞ്ഞുകൊണ്ട് ഒരാളുണ്ട്. അയാൾ ഇവിടെ നജീബ് മൗലവി വിശദീകരിക്കുന്ന ഒരു വീഡിയോ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൽ നമുക്കത് വിശദീകരിച്ച് പറയാം. ഇതിൽ ആരാണ് സലാം പറയുന്ന വിഷയത്തിൽ പാടില്ല എന്നൊക്കെ പഠിപ്പിക്കുന്നത്, കുട്ടികളെ മദ്രസ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് എന്നൊക്കെ ഹനീഫ് കായക്കൂടി വിശദീകരിക്കുന്ന ഒരു വീഡിയോ നമുക്കന്ന് കാണാം. ആരാണ് ഈ ഇരവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്? കൊച്ചുകുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകത്തിൽ, മദ്രസയിലെ 4ാം ക്ലാസ് പാഠപുസ്തകത്തിൽ മുജാഹിദുകൾക്ക് സലാം ചൊല്ലാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ആളുകൾ കുട്ടികളോട് പറയാ, നിങ്ങൾ മുജാഹിദിനെ കണ്ടാ സലാം ചൊല്ലാൻ പാടില്ല. ഇത് പറഞ്ഞ ആളുകളാണ് ചോദിക്കുന്നത്, ഒറ്റപ്പെടുത്തി കളഞ്ഞില്ലേ നിങ്ങൾ? ഞങ്ങൾ സുന്നികൾക്കെതിരെ ആക്ഷേപങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ? അപ്പോ അതിന് തീരുമാനമായി. സലാം പറയണ്ടെന്ന് പറഞ്ഞത് ആരാണ്? ഓലെന്നെ പഠിപ്പിച്ചു കൊടുത്തിരിക്കണത്. ആർക്ക് സലാം പറയണ്ടെന്ന്? മുജാഹിദീങ്ങൾക്ക്, ജമാഅത്തെ ഇസ്ലാമിക്ക് സലാം ഇനി സലാം പറഞ്ഞാലോ മടക്കണ്ടെന്നും. അപ്പോ നിർബന്ധമാണ് സലാം മടക്കല് എങ്കിൽ അത് മടക്കാതിരിക്കല് ഹറാമായി പോയില്ലേ? അയ്യേ. അപ്പൊ അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടാണ് ചാനലിൽ ഇരുന്നിട്ട് ബബ്ബ പഠിക്കണില്ലേ? പാച്ചാ തള്ള്, പെരുന്തള്ള്, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് തിരുത്തി പറയേണ്ടി വരുന്നത്. ഓക്കെ, ഇനി എന്തോ അദ്ദേഹം പറയുന്നുണ്ട്, കേട്ടു നോക്കാം നമുക്ക്. പറഞ്ഞപ്പോൾ ഞങ്ങൾ ആരും ഇന്ന് വരെ മുസ്ലിമീങ്ങളെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അവരുടെ പ്രഭാഷണങ്ങൾ മുഴുവനും എല്ലാം ഞങ്ങൾ ചെയ്യുന്ന ഓരോ ആരാധനയും ശിർക്ക് 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 എന്ന് പറഞ്ഞ നിർത്തി. ഇനി എവിടെയാണ് എഴുതി വെച്ചിട്ടുള്ളത് എന്താണെന്നുള്ളത് കായക്കൂടി പറയുന്നുണ്ട്. ഞങ്ങൾ ആരെയും അമുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞത്. മുസ്ലിങ്ങൾ തന്നെ മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞ ആൾക്കാരില്ല നിങ്ങളെ കൂട്ടത്തില്, അല്ലേ? നിങ്ങളെ വലിയ നേതാവ് കേട്ടോ കാണി മുജാഹിദുൽ ഇസ്ലാം അവർ മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൻ്റെ പേര് കൊടുത്തിട്ട് ഒരു കൂട്ടർ ഉണ്ട്. എൻ്റെ ദൃഷ്ടിയിൽ 2 കൂട്ടരും മുസ്ലിങ്ങളെ അല്ല. എൻ്റെ ദൃഷ്ടിയിൽ 2 കൂട്ടരും മുസ്ലിങ്ങളെ അല്ല പറഞ്ഞേക്കണു. അപ്പൊ എന്താ പറഞ്ഞേക്കണത്? മുസ്ലിങ്ങളിൽ പെട്ടതല്ല എന്ന് പറഞ്ഞേക്കണോന്ന്. അപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നും പറയണ്ട, ഞങ്ങളെ വലിയ വലിയ നേതാവാണ്, മനുഷ്യർക്കൊപ്പം എന്നും പറഞ്ഞ് നടക്കുന്ന നേതാവിനെയാണ് ആ പറഞ്ഞേക്കണത്. ഇനി മറ്റൊന്ന്, ഈ മുശ്രിക്ക് എന്നുള്ള ആ ഒരു വിഷയം, അതിന് 1-2 ഉദാഹരണങ്ങൾ ഇനിയിപ്പോ കായക്കൂടി പറഞ്ഞ കുറച്ച് കേൾക്കാണ്ട്, അപ്പൊ അതൊക്കെ കേട്ടിട്ട് അവസാനത്തില് ആ 1-2 ഉദാഹരണങ്ങൾ
വ്യക്തമായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത് ഷിർക്ക്, നിങ്ങൾ മുശിരിക്ക് എന്ന് പറയുന്ന ആളുകളൊന്നും എനിക്കറിയില്ല, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലേ ഷിർക്ക് ചെയ്യണം മുശിരിക്കാണ്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ച് ഷിർക്കുള്ള കാര്യങ്ങളുണ്ട്, അതിന്റെ തെളിവ് കാണിച്ചു തരാം. എന്തായാലും കായക്കൂടി പറയട്ടെ. നാട്ടിക മൂസ മുസ്ലിയാരുടെ പുസ്തകത്തിൽ മുജാഹിദ് പ്രസ്ഥാനം തനിച്ച ഒറിജിനൽ മുശിരിക്കുകളാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മാപ്പ് പറയാൻ തയ്യാറാകുമോ? മുജാഹിദുകൾ മാപ്പ് പറയണമെന്ന് പറയുന്നവർ, മുജാഹിദുകൾ നിലപാട് പറയണം എന്ന് പറയുന്നവർ. ഇനി ആരൊക്കെ ആണ് മുശിരിക്ക് എന്നുള്ളത് പറയില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഉദാഹരണം കാണിച്ചിട്ടുണ്ട് നാട്ടിക മൂസ മുസ്ലിയാരുടെ പുസ്തകത്തില്. മുജാഹിദീങ്ങളൊക്കെ മുശിരിക്കീങ്ങളെന്ന് എഴുതി വെച്ച ഉണ്ടേ. അതും ഇവിടെ ഹനീഫ് കായക്കൂടി പറയുന്നുണ്ട്. ഇനി സംശയമുള്ളവർക്ക് ആ ബുക്ക് എടുത്തിട്ട് വായിച്ചു നോക്കാം. ഏതായാലും കേട്ടോ. മുജാഹിദുകൾ നിലപാട് പറയണം എന്ന് പറയുന്നവർ നാട്ടികയുടെ പുസ്തകത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ പുസ്തകം ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്നു ഈ ആളുകൾ. ഇത് വിറ്റിട്ട് മുജാഹിദുകൾ തനിച്ച മുശിരിക്കുകളാണ്, ഒറിജിനൽ മുശിരിക്കുകളാണ് എന്ന് എഴുതി വെച്ച പുസ്തകവും കക്ഷത്ത് വെച്ച് ഇതാ ഞങ്ങൾ സുന്നികളെ മുശിരിക്കാക്കി കളഞ്ഞിരിക്കുന്നു എന്ന് നിലവിളിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതിൽ വേറെ ഒലിക്ക് മുട്ടി ഞാൻ പറയണ്ടാവും. നാട്ടിക മൂസ മുസ്ലിയാരെ അത് മറ്റേ പ്രസ്ഥാനത്തിന്റെ ഈ കീബാത്തിന്റെ ആളാണ്, ഞങ്ങളെ ആളല്ല എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒലിക്ക് തടിയൂര. എന്നാൽ അങ്ങനെ ഇവരിൽ നിന്ന് തന്നെ സംഭവിച്ച് നമ്മൾ നേരത്തെ കാണിച്ചു. ഇനി ഖലീൽ ബുഖാരി ഒന്നുകൂടി ന്യായീകരിക്കുന്നുണ്ട്. കേട്ടോ കാണി, ഞങ്ങൾ ആരും ഇന്ന് വരെ മുസ്ലിമീങ്ങളെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അവരുടെ പ്രഭാഷണങ്ങൾ മുഴുവനും എല്ലാം ഞങ്ങൾ ചെയ്യുന്ന ഓരോ ആരാധനയും ഷിർക്ക് 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 എന്ന് പറഞ്ഞ മനസ്സിലായില്ല നിങ്ങൾക്ക്? ഞങ്ങൾ ആരെയും ആ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഒന്ന് തെളിവ് കായക്കൂടിയോടെ കാണിച്ചു. ഞാൻ നേരത്തെ ഒരു തെളിവ് കാണിച്ചു. മൂപ്പരുടെ തന്നെ മനുഷ്യർക്കൊപ്പം നടക്കുന്ന ആള് മൂപ്പര് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള പറഞ്ഞതും കാണിച്ചു, ഇദ്ദേഹം എഴുതി എന്നുള്ളതും പറഞ്ഞു. ഇനി എന്താണ് കായക്കൊടിക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് എന്നുള്ളതിന്റെ കാരണം കാണിച്ചു തരാം. പാഠപുസ്തകത്തിൽ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. നാട്ടിക മൂസ മുസ്ലിയാരുടെ പുസ്തകത്തിൽ മുജാഹിദ് പ്രസ്ഥാനം തനിച്ച ഒറിജിനൽ മുശിരിക്കുകളാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മാപ്പ് പറയാൻ തയ്യാറാകുമോ? മുജാഹിദുകൾ മാപ്പ് പറയണമെന്ന് പറയുന്നവർ, മുജാഹിദുകൾ നിലപാട് പറയണം എന്ന് പറയുന്നവർ. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാട് വളരെ കൃത്യമാണ്. ആരെയെങ്കിലും മുശിരിക്കുകളാക്കുക, ആരെയെങ്കിലും കാഫിറുകളാക്കുക എന്നതല്ല മുജാഹിദുകൾ സ്വീകരിച്ച സമീപനം. മറിച്ച് എന്താണ് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ തൗഹീദ്, എന്താണ് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ശിർക്ക്, ഇത് കൃത്യമായി ഈ ആളുകളോട് പറഞ്ഞു കൊടുക്കുകയാണ് മുജാഹിദുകൾ ചെയ്യുന്നത്. അവിടെ എനിക്കൊന്ന് പറയാനുണ്ട്. ഇത് മുജാഹിദുകളുടെ വാദം എന്താണ് എന്നുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വക്താവായ ഹനീഫ് കായക്കൂടി പറഞ്ഞു. മറ്റേ ഭാഗത്തിരിക്കുന്ന ഖലീൽ ബുഖാരി തങ്ങള് മൂപ്പർക്ക് ഒരു ഐഡിയ ഇല്ല. മൂപ്പർക്ക് ഇത്ര അറിയുള്ളൂ, 27-ന് കുറച്ച് ആളുകൾ അവിടെ എത്തണം, നല്ല പിരിവ് വരണം, പിന്നെ അതേപോലെ തന്നെ മൂപ്പര സംരംഭങ്ങളിൽ ഇങ്ങനെ പിരിവ് വന്നുകൊണ്ടിരിക്കണം. അതിന് പാളെ കൂട്ടാൻ വേണ്ടിയിട്ട് മനുഷ്യർക്കൊപ്പം നടക്കുന്ന ആ ഒരു സംവിധാനത്തിന്റെ ഒപ്പം മൂപ്പര് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ മൂപ്പര സ്ഥാപനങ്ങളിൽ നോക്കിയിരിക്കും. അപ്പോൾ എന്താണ് ഷിർക്ക്, എന്താണ് തൗഹീദ്, എന്താണ് ബിദഅത്ത് എന്ന് പഠിപ്പിക്കുമ്പോൾ ചില ആളുകൾ ചെയ്യുന്നത് ഷിർക്കിന്റെ ഭാഗമായിട്ടുള്ള ഷിർക്ക് സംഭവിക്കുന്ന ഷിർക്ക് ആവുന്ന കാര്യങ്ങളാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മുഷിരിക്ക് നിങ്ങളണ്ട് സ്വയം വാരി വലിച്ച് സ്വന്തം പേരിലേക്ക് ആക്കണ്ടേ. മുഷിരിക്ക് എന്നൊന്നും പറയില്ല, നിങ്ങൾ ചെയ്യുന്നത് ഷിർക്കാവും, അത് ചെയ്യുന്ന ആളുകൾ മുഷിരിക്കീങ്ങളാവും എന്ന് പറയണം. അപ്പൊ നിങ്ങൾ ചെയ്യാണ്ടിരുന്നാൽ മതി അല്ലേ? അതാണ് ഞാനിതുവരെയും പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് തോന്നുന്നു മുജാഹിദീങ്ങളുടെ വാദവും. എന്തായാലും ഹനീഫ് കായക്കൂടി കുറച്ചും കൂടി പറയുന്നുണ്ട്. പിന്നെ ഷിർക്കാവുന്ന കാര്യം എന്താണെന്ന് കാണിക്കാന്ന് പറഞ്ഞില്ലേ, കാണിക്കാട്ടില്ലേ? ഹനീഫ് കായക്കൂടി പറയട്ടെ. ഈ സമൂഹ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു രീതിയല്ല. സിഎമ്മിനെ പടച്ചോനാക്കുന്നത് ശിർക്കാണെന്ന് പറയും, സിഎമ്മിനെ മുദബ്ബിറുലാലമാക്കുന്നത് ശിർക്കാണ് എന്ന് ഈ സമൂഹത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മുജാഹിദുകൾ വിളിച്ചു പറയും. അത് പറയുമ്പോ സിഎം പടച്ചോനാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുകയും സിഎം മുദബ്ബിറുലാലമാണ് എന്ന് പറയുന്ന ആളുകളുടെ മുമ്പിൽ മൗനം അവലംബിക്കുകയും മുജാഹിദുകളുടെ മേൽ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയും എന്ന് വിചാരിക്കുന്നത് വെറുതെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഏകദേശം ആ ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ ചെയ്യണ കാര്യങ്ങൾ ഷിർക്കാവുന്ന കാര്യങ്ങളുണ്ട്, നിങ്ങളത് മാറി നിലയും, അല്ലെങ്കിൽ നിങ്ങൾ മുശ്രിക്കീങ്ങളായി പോകും. നിങ്ങൾ മുശ്രിക്കീങ്ങളാണോ അല്ലേന്ന് അള്ളാഹ് തീരുമാനിക്കട്ടെ. നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, അത് 1-2 കാര്യങ്ങൾ ഇവിടെ ചേർക്കുന്നുണ്ട്. അതാണ് കണ്ട എല്ലാവർക്കും മനസ്സിലാവും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കണ്ടു നോക്കി.
തരണം ഉപ്പാപ്പ. ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണം ഉപ്പാപ്പ. നിരാശയാക്കിയതേ ഉപ്പാപ്പ. നിങ്ങളോട് യാത്ര ചോദിക്കുന്നു. മരണം വരെയും മരണസമയത്തും മരണാനന്തരം ഖബറിലും പാർത്തിക ലോകത്തും നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. നിങ്ങൾക്ക് വേണ്ടതൊക്കെ വേണ്ടുന്ന സമയങ്ങളിൽ ഞങ്ങൾക്ക് നിങ്ങൾ തരണം. നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് തരാൻ ആരാണുള്ളത്? ഞങ്ങളെ കൈവടിയല്ല ഉപ്പാപ്പ, ഞങ്ങൾ ഒഴിവാക്കിവിടല്ല ഉപ്പാപ്പ, ഞങ്ങൾ ചോദിച്ച് തരണേ ഉപ്പാപ്പ. ഈ മദ്രസ ഏറ്റെടുക്കണേ പാപ്പ, ഈ മദ്രസ ഏറ്റെടുക്കണേ പാപ്പ. എല്ലാ കാര്യം പകഹായി കൊടുക്കണേ പാപ്പ, എല്ലാ മുറാദുൽ ആസുലായി കൊടുക്കണേ പാപ്പ. തൊട്ടകാലം വിജയിപ്പിക്കണേ പാപ്പ, തൊട്ടകാലം വിജയിപ്പിക്കണേ പാപ്പ. പാപ്പന്റെ പൊരുത്തം സഹായം നോട്ടുണ്ടാണ് പാപ്പ. ഈ മദ്രസ കബൂലാക്കണേ പാപ്പ. ഞങ്ങളെ മോമിനികളെ കൂട്ടി പെടുത്തണേ പാപ്പ. ആക്കിപ്പത്ത് നന്നാക്കി തന്നെ പാപ്പ, ആക്കിപ്പത്ത് നന്നാക്കണേ പാപ്പ. നമ്മുടെ കബറിന്ന് അവിടെ വിശാലമാക്കി തന്നെ പാപ്പ. ഹർഷിന്റെ തൊള്ളാവിട്ടണേ പാപ്പ. റയ്യാനത്തെന്ന സ്വർഗം നൽകണേ പാപ്പ. സുറാത്ത് പല സ്വലാമത്വാക്കിട്ട് പാപ്പ. എന്ന വെള്ളം കുടിക്കാൻ തോന്നിക്കണം പാപ്പ. റയ്യാനത്തെന്ന സ്വർഗം നൽകണേ പാപ്പ. ഞങ്ങളെല്ലാ ഹമിലും കബൂലാക്കണേ പാപ്പ. നമ്മളെ മക്കൾ ദുനിയാവുമാകെ ദിവസത്തിലെ മക്കളാക്കി തന്നെ പാപ്പ. സ്വാലിയത്തായ മക്കളാക്കണേ പാപ്പ. ഇവിടെ ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല. എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല. നിങ്ങൾ എന്റെ കൈവിടല്ലേ. ആ മണിക്കൂറുകളോളം നിന്ന രംഗം മറക്കാൻ കഴിയാത്ത രംഗം. ബഹുമാനപ്പെട്ടവരെ, ഞങ്ങളെ നോക്കണേ യാ വലിയല്ലാ, ഞങ്ങളെ ഏറ്റെടുക്കണേ യാ വലിയല്ലാ, ഇവിടുത്തെ പോരിശ കൊണ്ട് അനുഗ്രഹിക്കണേ യാ വലിയല്ലാ. ഞങ്ങൾക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് അതൊക്കെ റാഹത്താക്കി തന്നെ ബഹുമാനപ്പെട്ട മഹാനവർകളെ. ബഹുമാനപ്പെട്ടവരെ, ഈ ദിവസത്തിൽ ഞങ്ങൾ അവിടെ ഒരുമിച്ച് കൂടി ഇതുപോലെ ഒരുപാട് പ്രാവശ്യങ്ങളുടെ വരാനുള്ള വഴികളൊക്കെ തുറന്നു തരണേ യാ വലിയല്ല. ഞങ്ങളിവിടെ എത്തിച്ചേരണേ ബഹുമാനപ്പെട്ടവരെ. കയ്യരുതേ യാ സയ്യിദീ, ഞങ്ങളെ നോക്കണേ യാ സയ്യിദീ. മാരകമായ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ ലോകത്തുള്ള സർവരെയും രക്ഷപ്പെടുത്തണേ മഹാനവർകളെ. ബഹുമാനപ്പെട്ടവരെ, മാരകമായ രോഗങ്ങൾ, ചികിത്സ ഫലിക്കാത്ത രോഗങ്ങൾ, കീറി മുറിക്കേണ്ടി വരുന്ന രോഗങ്ങൾ, അവയവങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വരുന്ന രോഗങ്ങളൊന്നും ഞങ്ങൾക്കൊരാൾക്കും തരരുതേ ബഹുമാനപ്പെട്ടവരെ. മഹാനവറുകളെ കാക്കണേ യാ സയ്യിദി. അതുപോലെ പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണത്തെ ഞങ്ങൾ സലാമത്താക്കി. ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി. ആ ബദരീങ്ങളാണ് ഇവിടുന്ന് വിളിച്ചാലും കേൾക്കും. ബദരീങ്ങളെ മനസ്സുറപ്പിച്ചൊന്ന് വിളിച്ചാൽ അവരുടെ സഹായം കിട്ടും. നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. നോട്ടങ്ങൾ കാണിച്ചു കൊടുക്കണം ഉപ്പാപ്പ, കാണിച്ചു കൊടുക്കണം ഉപ്പാപ്പ. കൈവിടല്ല ഉപ്പാപ്പ. ഒരുപാട് ത്യാഗം ചെയ്യുന്നവരാണ് ഉപ്പാപ്പ. രാത്രിയും പകലും നല്ലോണം അധ്വാനിക്കുന്നവരുണ്ട് ഉപ്പാപ്പ. ഉപ്പാപ്പനെ പരിശ്രമിക്കുന്നവരുണ്ട് ഉപ്പാപ്പ. നോട്ടം എപ്പോഴും, എല്ലാ ദിവസവും, എല്ലാ സമയവും ഉപ്പാപ്പ. ഒന്ന് കൈവിടല്ല റഹ്മാനെ, കൈവിടല്ല ഉപ്പാപ്പ. നോട്ടം